നമസ്കാരം. പ്രധാന വാർത്തകൾ. തട്ടുകടയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാലിശ്ശേരി സ്വദേശി ഹംസയ്ക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി ശിക്ഷ വിധിച്ചത്. ഒറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന മോഷണം. 1 ലക്ഷം രൂപയും റാഡോ വാച്ചും മോഷണം പോയി. ത്രാങ്ങാലി സ്വദേശി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ തെരുവു നായ്ക്കൾക്ക് വൈറസ് ബാധ. നായക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 15ഓളം നായ്ക്കൾ ചത്തു. കനൈൻ ഡിസ്റ്റംബർ എന്ന വൈറസ് ബാധയാണ് ബാധിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തിന് 5 നാൾ കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലത്തിന് ഓവറോൾ കിരീടം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 2ാമത്. ട്രെയിനിൽ നിന്ന് കാൽവഴുതി വീണ് യുവതി മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി സാനിയ സജിയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. തട്ടുകടയിലെ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും. ചാലിശ്ശേരി തണ്ണീർക്കോട് കുരുത്തോല വളപ്പിൽ ഹംസയ്ക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2022 ഒക്ടോബർ 18 രാത്രി 11:30 കേസിനാസ്പദമായ സംഭവം. പ്രതിയായ ഹംസയുടെ തണ്ണീർക്കോടുള്ള തട്ടുകടയിൽ ഭക്ഷണം കഴിക്കാനെത്തിയ അയൽവാസിയായ തലക്കശ്ശേരി തുഴൂർക്കര ചീരക്കുഴി സനീഷിന്റെ വയറ്റിൽ കത്തികൊണ്ട് കുത്തിപ്പരിക്കേൽപ്പിച്ചുവെന്നാണ് കേസ്. ഹർത്താലുമായി ബന്ധപ്പെട്ട് സനീഷിന്റെ നേതൃത്വത്തിൽ നേരത്തെ ഹംസയുടെ കട അടപ്പിച്ചിരുന്നു. ഇതിലെ വിരോധമാണ് വധശ്രമത്തിനു കാരണമെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതക ശ്രമത്തിന് 5 വർഷവും പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരെയുള്ള അതിക്രമം തടയൽ നിയമപ്രകാരം ജീവപര്യന്തവുമാണ് ജഡ്ജി ജോമോൻ ജോൺ വിധിച്ചത്. 2 വകുപ്പുകൾ പ്രകാരം 25,000 രൂപ വീതം പിഴ അടയ്ക്കാനും അടച്ച പിഴയിൽ നിന്ന് 10,000 രൂപ പരിക്കേറ്റ സനീഷിന് നൽകുവാനും വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് പി ജയൻ ഹാജരായി. 2022 ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. ഈ കേസിന് ആസ്പദമായ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പെട്ടിക്കടയിൽ ഭക്ഷണത്തിനായി ചെന്ന ഈ കേസിലെ പരിക്കുപറ്റിയ പരാതിക്കാരനെ ആ പെട്ടിക്കട നടത്തുന്ന പ്രതി ഭക്ഷണം നൽകിയില്ല. അപ്പോൾ ഭക്ഷണം നൽകാത്തത് എന്ത് എന്ന് ചോദിച്ചതിലുള്ള മുൻവിരോധവും ഇവർ തമ്മിലുണ്ടായിരുന്ന മുൻവിരോധവും കാരണം ഒരു കത്തിയെടുത്ത് വയറ്റിലേക്ക് കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയുണ്ടായി എന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൽ 21ഓളം സാക്ഷികളെ വിചാരണ ചെയ്തിട്ടുണ്ട് ഈ കോടതി. മാത്രമല്ല, ഈ കുത്താൻ ഉപയോഗിച്ച കത്തി ഈ പ്രതി മനഃപൂർവ്വം ഒളിപ്പിച്ചു വെക്കുകയും തെളിവ് നശിപ്പിക്കൽ, അതുപോലെ കൊലപ്പെടുത്താൻ ശ്രമിക്കൽ, പട്ടികജാതി പട്ടിക വിഭാഗക്കാരനാണെന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നെല്ലാമായിരുന്നു കേസിലെ കുറ്റാരോപണം. ഈ കേസിലെ സാക്ഷികളുടെ വിചാരണയുടെ അടിസ്ഥാനത്തിലും ശാസ്ത്രീയ തെളിവിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടു. പ്രതിക്ക് 307 IPC പ്രകാരം 5 വർഷം കഠിന തടവിനും SC/ST 325 ആക്ട് പ്രകാരം ഈ കേസിലെ പ്രതിയെ ജീവപര്യന്തം തടവിനും കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. കോടതിയിൽ നിന്ന് തനിക്ക് നീതി ലഭിച്ചതായി സനീഷ് പറഞ്ഞു. അങ്ങനെ അതേപോലെ സംസാരിച്ച് നിൽക്കുന്നതിൻ്റെ അടുക്കാണ് ആൾ കത്തിയെടുത്തിട്ട് എന്നെ കുത്തിയത്. കത്തിയെടുത്ത് കുത്തി പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല, അത്യാവശ്യം നല്ലൊരു ഇഞ്ചറി ഉണ്ട്. 32 സ്റ്റിച്ച് പുറത്തുണ്ട്, 11 സ്റ്റിച്ച് ഉള്ളിലുണ്ട് വെട്ടാത്തത്. അത്ര വലിയൊരു ഇഞ്ചറി ഉള്ളൊരു പരിക്കാണ് എനിക്ക് അന്ന് അവിടുന്ന് പറ്റിയത്. കോടതിയും നമ്മുടെ ഒരു ഇതിൽ വന്ന് കൊടുത്ത കോടതിയിൽ നമ്മൾ ജഡ്ജായാലും നമ്മൾ വക്കീലായാലും ആരായാലും അത് പരിപൂർണ്ണ 100% വിജയിച്ചു എന്നുള്ള ഒരു ഉറപ്പോട് കൂടി നിൽക്കുന്നു. SCPO സുഭാഷിണി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. ഒറ്റപ്പാലം ത്രാങ്ങാലിയിൽ വീട് കുത്തി തുറന്ന് 1 ലക്ഷം രൂപയും റാഡോ വാച്ചും കവർന്നു. മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. 63 പവൻ സ്വർണവും നഷ്ടപ്പെട്ടെന്ന് കരുതിയെങ്കിലും പിന്നീട് വീട്ടുകാരുടെ തിരച്ചിലിൽ കണ്ടെത്തി. വീടിന്റെ മുകൾ നിലയിലെ വാതിൽ കുത്തി തുറന്നാണ് താഴെ ബെഡ്റൂമിൽ സൂക്ഷിച്ചിരുന്ന പണവും വിലപിടിപ്പുള്ള വാച്ചും കവർന്നത്. ബാലകൃഷ്ണന്റെ ഭാര്യയുടെയും മകളുടെയും സ്വർണ്ണാഭരണങ്ങളും മോഷണം പോയെന്നാണ് ആദ്യം കരുതിയത്. പോലീസിന്റെയും വിരലടയാള വിദഗ്ധരുടെയും പരിശോധനയ്ക്കു ശേഷം വീട്ടുകാരുടെ തിരച്ചിലിൽ അലമാരയുടെ രഹസ്യാറയിൽ നിന്ന് സ്വർണം കണ്ടെത്തുകയായിരുന്നു. വ്യാഴാഴ്ച രാത്രി 7 മണിക്കും വെള്ളിയാഴ്ച രാവിലെ 6 മണിക്കും ഇടയിലാണ് മോഷണം നടന്നിരിക്കുന്നത്. ഏണിവെച്ച് വീടിന്റെ മുകൾ നിലയിൽ കയറി ഇരുമ്പുവാതിലും വീടിന്റെ വാതിലും തകർത്താണ് മോഷ്ടാവ് ഉള്ളിൽ കടന്നിരിക്കുന്നത്. മുകളിൽ നിന്നും ഒന്നും കിട്ടാതായതോടെ
താഴത്തെ ബെഡ്റൂമിൽ 2 അലമാരകളിലായി സൂക്ഷിച്ചിരുന്ന പണവും വാച്ചും കവരുകയായിരുന്നു. ബാലകൃഷ്ണൻ വീട് പൂട്ടി മകളുടെ വീട്ടിൽ പോയതായിരുന്നു. ഭാര്യ ചെന്നൈയിലുള്ള മകന്റെ വീട്ടിൽ പോയതിനാൽ ബാലകൃഷ്ണൻ ഒരാഴ്ചയോളമായി രാത്രി കൂനത്തറയിലെ മകളുടെ വീട്ടിലാണ് ഉറങ്ങാനായി പോകാറ്. രാവിലെ 6 മണിക്ക് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഒറ്റപ്പാലം പോലീസും വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധന നടത്തി. ഒറ്റപ്പാലം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. അവിടെ എന്തായാലും മോളുടെ വീട്ടിൽ പോയിരിക്കുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ കിടക്കാറ്. ഞാൻ വന്ന് നോക്കി 6 മണിക്ക് ഇവിടെ വന്ന് നോക്കിയപ്പോൾ മറ്റേ ഡോറൊക്കെ ലോക്കൊക്കെ പൊളിച്ചിട്ട് മറ്റേ റൂമിൻ്റെ ലോക്ക് പൊളിച്ചിട്ട് ഗോൾഡൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു 63 പവൻ സ്വർണ്ണവും പിന്നെ ഒരു ₹1,00,000 പിന്നെ ഒരു നല്ല കൂടിയ വാച്ചും സാധനങ്ങൾ പോയിട്ടുണ്ട്. പോലീസൊക്കെ വന്ന് അന്വേഷിച്ച് പോയിട്ടുണ്ട്. ഡോഗ് സ്ക്വാഡൊക്കെ വന്നായിരുന്നു. പെരിന്തൽമണ്ണ നഗരത്തിൽ തെരുവ് നായകൾക്ക് വൈറസ് ബാധ. മലബാർ സിറ്റി ന്യൂസ് എക്സ്ക്ലൂസീവ്. നായക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 15ഓളം നായകൾ ചത്തു. കനൈൻ ഡിസ്റ്റംബർ എന്ന വൈറസ് ബാധിച്ച നായകളുടെ കണ്ണിൽ പഴുപ്പ് വരികയും നടക്കാനാവാതെ ശരീരം തളർന്ന് ഇവ ചത്തുപോവുകയുമാണ് ചെയ്യുന്നത്. ഇത് പിടിപെട്ട നായകളെ ചികിത്സിക്കാൻ സംവിധാനമില്ലാത്തത് നാട്ടുകാരിലും ഭീതി പടർത്തുകയാണ്. പെരിന്തൽമണ്ണ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനൈൻ ഡിസ്റ്റംബർ വൈറസ് ബാധിച്ച് പാതിജീവനായ തെരുവു നായ്ക്കളെ കാണാം. കണ്ണിൽ പഴുപ്പ് വന്ന് അവശത അനുഭവപ്പെടുകയും അരയ്ക്ക് താഴെ തളരുകയും തുടർന്ന് നടക്കാനും സാധിക്കില്ല. ഇതാണ് വൈറസ് ബാധിച്ച നായ്ക്കളുടെ അവസ്ഥ. ജൂബിലി റോഡ്, കാവുങ്ങൽ പറമ്പ്, LIC റോഡ് ഭാഗങ്ങളിൽ ഈ വൈറസ് ബാധിച്ച അവശരായി കിടക്കുന്ന തെരുവു നായ്ക്കളെ കാണാം. ഇവിടെയൊക്കെ തെരുവ് നായ്ക്കൾക്ക് അസുഖം വന്നിട്ട് കുറേ എണ്ണം മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ആക്സിഡൻ്റ് ആണെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നീടാണ് മനസ്സിലായത് അവർക്ക് അരയ്ക്ക് താഴെ തളരുകയാണ് ചെയ്യുന്നത്. ആദ്യം കണ്ണിൽ പഴുപ്പ് വരും, വായിൽ കൂടി വെള്ളം വരുന്നുണ്ട്. അതിൻ്റെ ശേഷം അവർ അരയ്ക്ക് താഴെ തളർന്നിട്ട് പിന്നെ വിറയ്ക്കും. അതായത് അവർ നെർവസിന് പറ്റുന്ന തോന്നുന്നുണ്ട്. അങ്ങനെ ഞങ്ങളത് ഒരു പട്ടീനെ ഇതുപോലെ കണ്ടതിന് ശേഷം ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതിന് ഡിസ്റ്റംബർ എന്ന് പറഞ്ഞൊരു അസുഖമാണ്. അത് കണ്ടമാനം പടർന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ 6ഓളം പട്ടിക്കുട്ടികൾ ചത്തുപോയി. ഇപ്പം ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ 5ഓളം പട്ടികൾ ചത്തു. പിന്നെ ബാക്കിയുള്ളത് ഇപ്പോൾ ഒന്നിനെ ഞങ്ങളിപ്പോൾ അവിടെ കൊണ്ടുപോയി കിടത്തി മരുന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വീണ്ടും ഇന്നിപ്പോൾ വേറെ ഒന്നും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് വളരെ പടർന്ന് പിടിക്കുന്ന ഒരു വൈറസ് ബാധയാണെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ വളവിലൊരു പട്ടി കിടക്കണുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ ആ പട്ടി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നീട് അവിടെ തന്നെ കിടക്കണോണ്ട് ഞാനൊരു ഇത്തിരി പാലൊക്കെ കൊടുത്ത് അതിനെ അവിടെ കിടത്തി. ഇത് കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, മറ്റുള്ളവരെല്ലാം നടന്നു പോകുന്ന വഴിയാണിത്. കാരണം പട്ടികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു എന്ന് മാത്രമല്ല, ഇതിങ്ങനെ കുറച്ചിങ്ങനെ റൗണ്ടായി നിൽക്കും. ഇതിന്റെ നടുവ് ഇങ്ങനെ വളഞ്ഞു പോകും. വാലിങ്ങനെ ഇളക്കുന്നുണ്ട്. പിന്നെ എണീക്കാൻ വയ്യാത്തൊരവസ്ഥ, ഭക്ഷണം കഴിക്കുന്നില്ല. ഈ വൈറസ് ബാധിച്ച നായ്ക്കൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ടവർ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ മൃഗസംരക്ഷണ വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഒന്നും നഗരസഭയുടെ ഭാഗത്തുനിന്നോ ഇത് തടയാനുള്ള ഒരു വഴിയും കാണിക്കുന്നില്ല. എല്ലായിടത്തും ചത്തു വീഴാണ് പട്ടികൾ. അടിയന്തരമായിട്ട് ഇതിൽ ഇടപെടേണ്ട അത്യാവശ്യമുണ്ട്. അതിന് ബാധ്യതപ്പെട്ടവർ വേഗം ഇടപെടണം. ഇന്നിപ്പോൾ ഞങ്ങൾ വീണ്ടും മൃഗസംരക്ഷണ വകുപ്പിനോട് വിവരം അറിയിക്കുന്നുണ്ട്. ഇത് എത്രമാത്രം അപകടകരമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഉത്തരവാദിത്തപ്പെട്ടവർ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയുന്നത്. അല്ലാത്ത പക്ഷം ഇതിനെതിരെ പ്രതികരിക്കും. കാരണം മനുഷ്യർക്ക് ജീവിക്കണ്ടേ. മൃഗങ്ങൾക്ക് ജീവിക്കുന്നത് പോലെ തന്നെ മനുഷ്യർക്ക് ജീവിക്കുന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും ഈ രാജ്യത്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മൃഗാശുപത്രിയിലാണെങ്കിൽ നായ്ക്കൾക്കുള്ള ചികിത്സ അവരുടെ പരിധിപ്പെട്ടതല്ല. അവര് പശു, ആട് അങ്ങനെയൊക്കെ ഉള്ളവരെയാണെന്നുള്ളതാണ്. ഒരു ദിവസം ഞാൻ അവരുമായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറയുണ്ടായിരുന്നു, പട്ടികൾക്ക് മരുന്നേ ഇല്ല എന്നാ പറയുന്നത്. ഒക്കെ പുറത്തുനിന്ന് മേടിക്കണം എന്ന് പറയും. ഈ ഒരു അവസരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട മുനിസിപ്പാലിറ്റി, അതേപോലെ മൃഗസംരക്ഷണം, ജനപ്രതിനിധികൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന്. വൈറസ് ബാധിച്ച നായ്ക്കൾക്ക് ചികിത്സ നൽകുന്നതിന് സംവിധാനമില്ല. മരുന്നിന് വില കൂടുതലാണ്. ഇത്തരം വൈറസ് ബാധിച്ച നായ്ക്കൾക്ക് പലപ്പോഴായി അനിമൽ റെസ്ക്യൂവർ മധുചെറുകര എത്തിയാണ് മരുന്ന് നൽകിയത്. കനൈൻ ഡിസ്റ്റംബർ നന്നായിട്ട് പടർന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്യാങ്ങിലുള്ള നായകൾ മൊത്തം പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് ഏകദേശം ഒരു 6ഓളം പേര് ചത്തുപോയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ജൂബിലി റോഡ്, അതുപോലെ പ്രസൻറ്റേഷൻ സ്കൂളിൻ്റെ ഭാഗത്തും ഏകദേശം ഒരു 10-11 പേര് ചത്തുപോയിട്ടുണ്ട്. ഒരു 4 പേര് അവിടെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിൽ ആളുകളൊക്കെ അവർക്ക് ഭക്ഷണവും മരുന്നും കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. മരുന്നൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാൻ സാധ്യതയൊന്നുമില്ല. പിന്നെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്.
പക്ഷേ മരുന്ന് കിട്ടാൻ നമുക്ക് പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കാൻ മരുന്ന് കിട്ടാൻ ഒരു സംവിധാനമില്ല. അതാണ് വലിയൊരു പ്രശ്നം. ഏകദേശം ഒരു നായക്ക് ഏകദേശം 1000 രൂപയോളം തന്നെ ആദ്യത്തെ ഒരു ഘട്ടം തന്നെ ചികിത്സയ്ക്ക് വരുന്നുണ്ട്. അതിന് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ കഴിയുന്നുള്ളൂ. വൈറസ് സാരമായി ബാധിച്ച നായ്ക്കൾ ചത്തുപോകുന്നതായി മൃഗക്ഷേമ പ്രവർത്തകർ പറയുന്നു. കുറേ ഒരുപാടെണ്ണം അങ്ങനെ അങ്ങ് ചത്തുപോകും, കുറേ റോഡിൽ കിടക്കും. ദയനീയമായ ഒരു അവസ്ഥയാണ്. ഭക്ഷണം കഴിക്കാൻ വയ്യാതെയൊക്കെ ആയിട്ട് അങ്ങനെ ചത്തുപോകാണ് പതിവ്. ഇവിടെ ഒരു ക്ഷീണിച്ച് വായിന്ന് ഏകദേശം അങ്ങനെ മൂക്കുന്നൊക്കെ പത വരുന്ന രീതിയിലാണ് കാണുന്നത്. പിന്നെ അങ്ങനെ ക്ഷീണിച്ച് പിന്നെ കുറേ കഴിയുമ്പോൾ ഭക്ഷണം കഴിക്കാതെ അങ്ങനെ അങ്ങ് ചത്തുപോകും. അതിൻ്റെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ രക്ഷപ്പെടുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇതാണുള്ള പ്രശ്നങ്ങൾ, ഇതാണ് ചിലവ് അല്ലാതെ വരുന്നുണ്ട്. പിന്നെ സ്ട്രേ ഡോഗ്സ് ആയത് കാരണം അവരെ അങ്ങനെ കൃത്യമായിട്ട് മരുന്ന് കൊടുക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടാണ്. കനൈൻ ഡിസ്റ്റംബർ വൈറസ് നായകളിൽ നിന്ന് നായക്കളിലേക്ക് പകരും. എന്നാൽ മറ്റു മൃഗങ്ങളിലേക്ക് പകരുമോ എന്ന് വ്യക്തമല്ല. ഇതേക്കുറിച്ച് പഠനം നടത്താനും സംവിധാനമില്ല. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. ട്രെയിനിൽ നിന്ന് കാൽവഴുതി വീണ് യുവതി മരിച്ചു. മണ്ണാർക്കാട് കരിമ്പ മാച്ചാംതോട് എട്ടാനിയിൽ സജി ജോസഫിന്റെ മകൾ സാനിയ സജിയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. ചെന്നൈയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ് സാനിയ. കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നാട്ടിലേക്ക് വരുമ്പോൾ സേലത്തിനടുത്ത് മഗ്നസൈറ്റ് സ്റ്റേഷനടുത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് വീഴുകയായിരുന്നുവെന്ന് സേലം പോലീസ് പറഞ്ഞു. മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10 മണിക്ക് പൊന്നങ്കോട് ഫൊറോന പള്ളി സെമിത്തേരിയിൽ നടക്കും. പെരിന്തൽമണ്ണ ഏലംകുളത്ത് റോഡ് ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ സമരത്തിൽ. ചെമ്മാട്ടപ്പടി പെരുമ്പറമ്പ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധിച്ചു. ജലപദ്ധതിക്ക് വേണ്ടി പൈപ്പിടാൻ വെട്ടിപ്പൊളിച്ച റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാത്തതിനെ തുടർന്ന് പാടെ തകർന്നിരിക്കുകയാണിപ്പോൾ. വണ്ടി ദിവസവും ഓരോ പോക്കിലും കംപ്ലൈന്റ് ആയിക്കൊണ്ട് ഈ റോഡിന്റെ ആകെ കുണ്ടും കുറ്റിയായിട്ട് ഒരാഴ്ചയിൽ 3 വട്ടം നമുക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി. 2 വീലറിന്റെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 4 വീലർ 2 സൈഡും അപ്പുറം പിന്നെ കച്ചറ ഇത് കൂടെ പോണത്, കട്ടർ കൂടെ പോണത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു വണ്ടി അവിടുന്ന് ആ വണ്ടിക്ക് ഇറങ്ങി വരുന്ന വണ്ടി ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ കയറി വരുന്ന വണ്ടിക്ക് ആ വണ്ടിക്ക് സൈഡ് കൊടുക്കാനുള്ള സ്ഥലമില്ല. ഈ റോഡിന്റെ അവസ്ഥ എല്ലാ ജനങ്ങൾക്കും കാണാം. ഇത് 2 വീലർ വലിയ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേ സമയത്ത് 2 വീലർ കയറി പോകാനോ ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട്, ചില്ലറ ബുദ്ധിമുട്ടുള്ള പേര്. ചെറുകര മുതുകുർശി റോഡിലെ ചെമ്മാട്ടപ്പടിയിൽ നിന്നും പെരുമ്പറമ്പ് കൂഴത്തറ വഴി പാലത്തോടിലേക്ക് നീളുന്ന റോഡ് പല ഭാഗങ്ങളിലായി തകർന്നിരിക്കുകയാണ്. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ റോഡിലെ വശങ്ങളിൽ വൻകുഴികൾ എടുത്തിരുന്നു. പൈപ്പ് സ്ഥാപിച്ചിട്ടും റോഡ് പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. തുടർന്നാണ് റോഡ് തകർന്നത്. ഏകദേശം ഒരു 2 വർഷത്തോളമായിട്ട് ഈ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പെരുമ്പറമ്പിലുള്ള ഈ വാട്ടർ ടാങ്ക് നിർമ്മാണത്തിന് വേണ്ടി വാട്ടർ ടാങ്ക് നിർമ്മിക്കുകയും അതിലേക്ക് പൈപ്പ് ലൈൻ കൊണ്ടുപോകുന്നതിന് വേണ്ടി ഈ റോഡിൻ്റെ ഇരുവശവും കീറിയ ഒരു സാഹചര്യം ഉണ്ടായി. ഈ കീറിയ ഭാഗത്ത് പൈപ്പ് ലൈൻ ഇട്ട് വെറുതെ മണ്ണിട്ടങ്ങ് മൂടിപ്പോയി എന്നതിനപ്പുറം മറ്റു പ്രദേശങ്ങളിൽ ചെയ്ത പോലെ ഒരു റോഡ് നേരാക്കി പോകുന്നൊരു സാഹചര്യം ഉത്തരവാദപ്പെട്ട ആളുകൾ ചെയ്തിട്ടില്ല. 2 ഭാഗവും കീറിയതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം വലിയ ബുദ്ധിമുട്ടാണ് ഈ പ്രദേശത്തെ ആളുകൾ. ഇതിൻ്റെ ഒരു 10-200-ലധികം വീടുകൾ ഉള്ളൊരു ഏരിയയാണ് ഈ പെരുമ്പറമ്പ് ചുറ്റുവട്ടങ്ങൾ. അപ്പോൾ അത്തരം ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് അതുപോലെ കുഴന്തറ ഭാഗത്തു നിന്നൊക്കെയുള്ള ആളുകൾ ഈ റോഡിനെയാണ് ഈ ചെമ്മാട്ടപ്പടി, അതായത് നമ്മുടെ ഏലംകുളം മുതുകുർശി റോഡിനെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് എന്ന നിലയ്ക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഈ റോഡിനെയാണ്. അപ്പം ഇതുവരെയും ഇത് നേരാക്കുന്ന ഒരു സാഹചര്യം ഈ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഭാഗത്തുനിന്ന്, അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. റോഡിലെ കുത്തനെ കയറ്റമുള്ള ഭാഗത്ത് നീളത്തിൽ വലിയ ഗർത്തങ്ങൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഇതിനാൽ ഈ ഭാഗത്ത് വാഹനങ്ങൾക്ക് വശം ചേർന്നു പോകാൻ തന്നെ പ്രയാസമാണ്. പ്രദേശത്തുകാർ അനുഭവിക്കുന്ന ദുരിതം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടാവാത്തതിനെ തുടർന്ന് പ്രതിഷേധ സമരവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ. റോഡിനോടുള്ള അവഗണനയ്ക്കെതിരെ പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധയോഗവും നടത്തി.
ഹുസൈൻ മുസ്ലിയാർ പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജലസ്രോതസ്സിന്റെ ആവശ്യത്തിന് വേണ്ടി, കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി റോഡിന് 2 ഭാഗം വെട്ടിപ്പൊളിച്ചപ്പോഴൊക്കെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത ജനങ്ങളാണ് ഈ പെരുമ്പറമ്പ്, പാലത്തോള് ചുറ്റുഭാഗത്തുള്ള ജനങ്ങളൊക്കെ. കാരണം അത് ജനങ്ങളുടെ ആവശ്യമാണ്. ആ ആവശ്യം നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ആവശ്യമായ സഞ്ചാരയോഗ്യമായ വഴി ശരിയാക്കി തരാന്നുള്ളതും അവരുടെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാത്തത് കൊണ്ടാണ്, അത് നിറവേറ്റത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു സമരത്തിലേക്ക് ഈ ജനങ്ങളെ നിങ്ങൾ തള്ളിവിട്ടത് എന്ന് നിങ്ങളെ സൂചിപ്പിക്കുകയാണ്. പെരുമ്പറമ്പ് ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ റഹ്മാൻ ഏലംകുളം, കൺവീനർ സി ഉണ്ണീൻകുട്ടി, പി കെ ഷൗക്കത്തലി തുടങ്ങിയവർ സംസാരിച്ചു. ഉപയോഗിക്കുന്ന സ്കൂട്ടർ ഉപയോഗിച്ച് പോകുന്ന സ്ത്രീകൾ, ജോലിക്ക് പോകുന്ന ഒരുപാട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന റോഡ്, ആ റോഡിന്റെ ശോചനീയാവസ്ഥ എത്രത്തോളം വെച്ചാൽ നന്നായിട്ട് ഡ്രൈവിംഗ് അറിയുന്ന ആൾക്കാർ പോലും ആ റോഡിൽ തെന്നി വീഴാനും അപകടം സംഭവിക്കാനും സാധ്യത ഏറെയാണ്. ഒരുപാട് കാലത്ത് സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ശേഷമാണ് ഈ റോഡ് നമുക്ക് കിട്ടിയത്. അതിനുവേണ്ടി ഒരുപാട് പേർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അന്നും ഇതേമാതിരി സമരരംഗത്ത് ഈ പെരുമ്പറമ്പും പരിസര നിവാസികളും ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പറയുന്നത് നമ്മളിവിടെ റോട്ടില് ഇപ്പൊ താൽക്കാലികമായിട്ട് നമ്മളൊരു ഉപരോധ സമരമല്ല, നമ്മുടെ ഒരു സൂചനാ സമരം മാത്രമാണിത്. റോഡ് ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ സ്കൂൾ വിദ്യാർത്ഥികളും രോഗികളും ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തുകാർ വലിയ ദുരിതത്തിലാണ്. കുടിവെള്ള പദ്ധതിക്ക് സമരസമിതി ഒരിക്കലും എതിരല്ല. എന്നാൽ ഏറെക്കാലമായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ നടപടി കൈക്കൊള്ളാത്ത ജനപ്രതിനിധികൾക്കും അധികൃതർക്കും എതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ഇതേസമയം ചെമ്മാട്ടപ്പടി മുതൽ റോഡിൽ ചാൽ കീറിയ ഏതാനും മീറ്ററുകൾ ഭാഗത്ത് റോഡ് പഴയ സ്ഥിതിയിൽ ആക്കിയിരുന്നു. എന്നാൽ ഈ ഭാഗത്തും റോഡ് പൊട്ടിപ്പൊളിയുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഒരു 3-4 മാസം മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 9.5 ലക്ഷം റുപ്യ പഞ്ചായത്ത് പാസ്സാക്കിയിട്ട് റോഡിൻ്റെ ഇരുവശം 2 സൈഡിൽ ചാല് കയറിയിട്ടുള്ള ഭാഗവും കുറച്ച് ഭാഗം റീടാറിങ്ങുമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ വർക്ക് കഴിഞ്ഞതിൻ്റെ ശേഷം 2 മാസം കഴിഞ്ഞിട്ടില്ല, ആ റോഡ് ഫുള്ള് തകർച്ചയായി. അതിൽ വെള്ളം കെട്ടി നിൽക്കലും ഒരു ലോഡ് വണ്ടി അത് കൂടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് വണ്ടിയുടെ വീല് ഇതിലാണ് പോണത്, ആ സൈഡ് തകർന്നിട്ടുള്ള ഒരു സീനാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇത് കണ്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും അറിയാം, അധികൃതർക്ക് അറിയാം. അപ്പോൾ ഇതിന് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമല്ല, ഞങ്ങൾക്ക് 3 പേര് 4 പേര് നിൽക്കേണ്ടത്, ഞങ്ങൾ 3 രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ ഇതിനുള്ള ഒരു പരിഹാരത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ MLA ആയിട്ടുള്ളതും പഞ്ചായത്ത് ആയിട്ടുള്ളതും ഞങ്ങളെ വാർഡ് മെമ്പർമാരായിട്ടുള്ളതും ഏത് രൂപത്തിലും ഞങ്ങൾ അവരോട് ചർച്ച ചെയ്യാനും തയ്യാറാണ്. ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ എന്നുള്ള നിലവാരത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ സമരം നടത്തിയിട്ടുള്ളത്. ഇനിയും ചെമ്മാട്ടപ്പടി പെരുമ്പറമ്പ് റോഡിനോടുള്ള അവഗണന അവസാനിപ്പിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സമരം കണ്ടിട്ട് ഉത്തരവാദപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ അധികാരി വർഗം എത്രയും വേഗം ഇതിന് ഫണ്ട് വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇപ്പോൾ ഞങ്ങൾ സമരം പ്രഖ്യാപിച്ചപ്പോൾ പറയുന്നുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടാവട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു. എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇത് യാത്രാ ദുരിതത്തിനൊരു പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് അല്ലാത്ത പക്ഷം ഞങ്ങൾ ഈ സമരം അത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക്, അതുപോലെ MLAയുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളിലേക്കൊക്കെ വ്യാപിപ്പിക്കും. ആ സാഹചര്യത്തിലേക്ക് ഞങ്ങളെ ഈ സമരത്തിനെ മാറ്റരുത് എന്നാണ് ഞങ്ങൾക്ക് ബന്ധപ്പെട്ട ആളുകളോട് പറയാനുള്ളത്. മണ്ണാർക്കാട് CPM ഏരിയ സെക്രട്ടറിയായി കരിമ്പയിലെ NK നാരായണൻകുട്ടിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. 4 പേർ മത്സരിക്കാൻ തയ്യാറായെങ്കിലും ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശം മാനിച്ച് പിന്മാറി. രാവിലെ ചേർന്ന ഏരിയ കമ്മിറ്റി യോഗത്തിലാണ് പാനൽ തയ്യാറാക്കിയത്. മണ്ണാർക്കാട് നിന്നുള്ള KP മസൂദ്, കാരാകുറിശ്ശിയിലെ ഉണ്ണികൃഷ്ണൻ, എടത്തനാട്ടുകരയിലെ ജയകൃഷ്ണൻ, തച്ചനാട്ടുകരയിൽ നിന്നുള്ള രാമകൃഷ്ണൻ എന്നിവരാണ് മത്സരിക്കാൻ തയ്യാറായത്. മത്സരം ഒഴിവാക്കണമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി പോകണമെന്നുമുള്ള ജില്ലാ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് വഴങ്ങി 4 പേരും പിന്മാറുകയായിരുന്നു. PK ശശിയോട് അനുഭാവം പുലർത്തുന്നവരെയും കൂടി ഉൾപ്പെടുത്തിയുള്ള പാനലാണ് ജില്ലാ നേതൃത്വം അവതരിപ്പിച്ചത്. സെക്രട്ടറിയായി നാരായണൻകുട്ടിയെ UT രാമകൃഷ്ണൻ നിർദ്ദേശിച്ചു. KK രാജൻ പിന്താങ്ങി. UT രാമകൃഷ്ണൻ 2 തവണ ഏരിയ സെക്രട്ടറിയായ സാഹചര്യത്തിലാണ് പിന്മാറിയത്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായി മണ്ണാർക്കാട് നിന്ന് TR സെബാസ്റ്റ്യൻ, K മൻസൂർ, K ശോഭൻകുമാർ, കുമരംപുത്തൂരിൽ നിന്ന് അയലക്കര മുഹമ്മദ് അലി, ശ്രീരാജ് വെള്ളപ്പാടം, N മണികണ്ഠൻ, കോട്ടപ്പാടത്ത് നിന്ന് M മനോജ്, P പങ്കജവല്ലി, അലനല്ലൂരിൽ നിന്ന് അബ്ദുൾ സലീം, P മുസ്തഫ, എടത്തനാട്ടുകരയിൽ നിന്ന് P പ്രജീഷ്, തച്ചനാട്ടുകരയിൽ നിന്ന് K ചന്ദ്രൻ, കാഞ്ഞിരപ്പുഴയിൽ നിസാർ മുഹമ്മദ്, തച്ചമ്പാറയിൽ നിന്ന് KK രാജൻ, T ഷാജുമോഹൻ, കാരകുർശിയിൽ നിന്ന് KS കൃഷ്ണദാസ്, കരിമ്പയിൽ നിന്ന് UT രാമകൃഷ്ണൻ, K കോമളകുമാരി,
NK നാരായണൻ, തെങ്കരയിൽ നിന്ന് P അലവി, M വിനോദ്കുമാർ എന്നിവരെയാണ് തിരഞ്ഞെടുത്തത്. മണ്ണാർക്കാട് അരിയൂർ ബാങ്കിൽ നടന്നത് കരുവന്നൂർ ബാങ്കിലേതിന് സമാനമായ അഴിമതിയാണെന്നും വേണ്ട വിധത്തിൽ അത് ജനങ്ങളിൽ എത്തിക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞില്ലെന്നും CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പറഞ്ഞു. CPM മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിൽ പൊതുചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. അന്നത്തെ നേതാക്കളിൽ ചിലരും മുസ്ലിം ലീഗ് നേതൃത്വവും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആവാം ഇതിനു കാരണം. CPM നേതൃത്വം നൽകുന്ന മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിന് അരൂർ ബാങ്ക് ഓഹരി നൽകിയതിനുള്ള ഉപകാരസ്മരണയായും ഇതിനു പിന്നിലുണ്ടെന്ന് ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിക്ക് ഈ മേഖലയിൽ വോട്ട് വിഹിതം കുറഞ്ഞത് ഇത്തരം അഡ്ജസ്റ്റ്മെന്റുകൾ മൂലമാണെന്നും സുരേഷ് ബാബു കൂട്ടിച്ചേർത്തു. നടപടി നേരിട്ട മണ്ണാർക്കാട്ടെ നേതാവ് മൂലം ഉണ്ടായ സാമ്പത്തിക ബാധ്യത തിരിച്ചുപിടിക്കാൻ നടപടി വേണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. കാഞ്ഞിരപ്പുഴ ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് മുൻ ലോക്കൽ സെക്രട്ടറി ലിലീപ് കുമാർ ഉൾപ്പെടെ ഒരു സംഘം ഇറങ്ങിപ്പോയതിനെ ജില്ലാ സെക്രട്ടറി രൂക്ഷമായി വിമർശിച്ചു. പാർട്ടിക്കൊപ്പം നിൽക്കുന്നവരെ ചേർത്ത് നിർത്തും, മറിച്ചുള്ള പ്രവർത്തനം വെച്ചുപൊറുപ്പിക്കില്ല. വിഭാഗീയ പ്രവർത്തനം ഏതു ഭാഗത്തു നിന്നുണ്ടായാലും നടപടി ഉണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടറി ഓർമ്മിപ്പിച്ചു. ശശിക്കെതിരെയുള്ള നടപടിയും ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട നടപടിയും സമ്മേളനം സ്വാഗതം ചെയ്തു. PK ശശി KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന കാര്യം തീരുമാനിക്കേണ്ടത് സംസ്ഥാന കമ്മിറ്റിയാണെന്നായിരുന്നു അതു സംബന്ധിച്ച് ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറിയുടെ മറുപടി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കലോത്സവ വാർത്തകൾ. അഞ്ച് നാൾ നീണ്ടുനിന്ന കൗമാര കലാപൂരത്തിന് ശ്രീകൃഷ്ണപുരത്ത് കൊടിയിറങ്ങി. അവസാന ദിനവും വേദികളിൽ കണ്ടത് കലയുടെ പകർന്നാട്ടം. ശ്രീകൃഷ്ണപുരത്തിന് പുത്തൻ നക്ഷത്ര തിളക്കമേകിയാണ് 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീണത്. ശ്രീകൃഷ്ണപുരത്തിന് കലയുടെ പുത്തൻ നിറച്ചാർത്തുകൾ സമ്മാനിച്ച് 63ാമത് പാലക്കാട് ജില്ലാ കലോത്സവത്തിന് കൊടിയിറങ്ങി. 5 നാൾ ശ്രീകൃഷ്ണപുരത്തിന് ഉത്സവഛായ പകർന്നുകൊണ്ടാണ് കൗമാര കലാപൂരം കൊട്ടി അവസാനിപ്പിച്ചത്. അവസാന ദിനത്തിലും നൃത്ത ഇനങ്ങൾ കലോത്സവ വേദിക്ക് ഭാവതാള ലയം പകർന്നു. മാർഗംകളി, കേരള നടനം തുടങ്ങിയ മത്സരങ്ങൾ വേദി 1ലും 2ലുമായി അവസാന ദിനം നടന്നു. ചവിട്ടുനാടകം, മൈം, മിമിക്രി, പാടകം, മംഗലം കളി, യക്ഷഗാനം, കഥകളി തുടങ്ങിയ മത്സരങ്ങളും അവസാന ദിനത്തിൽ വിവിധ വേദികളിൽ നടന്നു. കലയുടെ പുതുനാമ്പുകൾ ശ്രീകൃഷ്ണപുരത്തിന്റെ മണ്ണിൽ നിറഞ്ഞാടിയ നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞ 5 നാളും. വിജയികൾ ഇനി സംസ്ഥാന കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെ കിരീടമണിയിക്കാൻ അനന്തപുരിയിൽ പോരിനിറങ്ങും. ശ്രീകൃഷ്ണപുരത്തിന് 5 നാൾ കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലം വീണ്ടും ഓവറോൾ കിരീടം ചൂടി. ആതിഥേയരായ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത്.
GVGHS ചിറ്റൂരാണ് മൂന്നാമത്. ഉപജില്ലകളിൽ ഒറ്റപ്പാലം, മണ്ണാർക്കാട്, പട്ടാമ്പി ഉപജില്ലകളാണ് രാത്രി 7 വരെയുള്ള റിസൾട്ട് പ്രകാരം 1, 2, 3 സ്ഥാനങ്ങളിൽ തുടരുന്നത്. ചില മത്സരങ്ങൾ കൂടി പൂർത്തിയാവാനുള്ളതിനാൽ ഈ ഫലങ്ങൾ കൂടി ആശ്രയിച്ചാകും ഉപജില്ലാ വിജയികളെ പ്രഖ്യാപിക്കുക. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് സമാപിക്കുമ്പോൾ നിരവധി പേരാണ് സന്നദ്ധ സേവന രംഗത്തുണ്ടായിരുന്നത്. ഇതിൽ സംഘാടകർ പോലും അറിയാതെ വേദികളിലൂടെയെല്ലാം നടന്ന് കുപ്പിയും കടലാസും ഒക്കെ പെറുക്കി വൃത്തിയാക്കിക്കൊണ്ടിരുന്ന ഒരാളുണ്ട്. ആരാണെന്നല്ലേ ദാ കാണാം. ഇത് പട്ടാമ്പി സ്വദേശി ഇടിയത്ത് മോഹൻദാസ്. പരിസ്ഥിതി പ്രവർത്തകനും വനമിത്ര അവാർഡ് ജേതാവുമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശ്രീകൃഷ്ണപുരത്ത് ജില്ലാ കലോത്സവ വേദിയിൽ ഇദ്ദേഹമുണ്ട്. ആരും ക്ഷണിച്ചിട്ടോ പറഞ്ഞിട്ടോ വന്നതൊന്നുമല്ല. കലോത്സവ വേദിയിലെ സന്നദ്ധ സേവകരിൽ ഒരാളാണ് ഇദ്ദേഹം. ചെറിയ കൈക്കോട്ടുമായി നടക്കുന്ന ഇദ്ദേഹം വേദികളിലെ കടലാസും കുപ്പികളുമെല്ലാം നീക്കം ചെയ്തും പരിസ്ഥിതി സന്ദേശം വിളിച്ചോതി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ നൽകിയുമെല്ലാം ആളുകൾക്കിടയിലുണ്ട്. ഒരുപക്ഷെ സംഘാടകർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല ഇദ്ദേഹത്തിന്റെ ഈ നിസ്വാർത്ഥ സേവനം. ഞാൻ എവിടെ ആരും വിളിക്കാതെ ചെല്ലുന്ന ഒരു അതിഥിയാണ്. ഇപ്പോൾ ഒറ്റപ്പാലായാലും വേണ്ടില്ല, പാലക്കാടായാലും വേണ്ടില്ല, ഏത് യുവജനോത്സവത്തിനും ഞാൻ അവിടെ ഓടിയെത്തും. കുട്ടികൾക്ക് നല്ലൊരു നിർദ്ദേശം കൊടുക്കാൻ വേണ്ടി തന്നെയാണ്. ഫസ്റ്റ് കിട്ടിയ കുട്ടികൾക്കാണെങ്കിൽ വൃക്ഷത്തൈ, സെക്കൻഡ് കിട്ടിയ കുട്ടികൾക്ക് വന്നവർക്കൊക്കെ വൃക്ഷത്തൈയും വിത്തും കൊടുക്കും. അതിലുപരി ഈ ചുറ്റുപാടിലെ ഓരോ പ്ലാസ്റ്റിക് മാലിന്യം, എന്ത് മാലിന്യങ്ങളായെങ്കിലും വൃത്തിയാക്കുക എന്ന എൻ്റെ കർത്തവ്യം. ഇതിലൂടെ മറ്റുള്ളവരും മനസ്സിലാക്കണം. ചെറിയ കുട്ടികളിലൂടെ അത് നമ്മൾ എത്തിക്കാൻ വേണ്ടിയാണ് ഇവിടെ എത്തുന്നത്. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. രാവിലെ നേരത്തെ 8:30 മണിക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഭക്ഷണശാല ഞാൻ ഒരുവിധം ശുചീകരണം ചെയ്തു. അവിടെ കുറേ ആളുകൾക്കും പോലീസായാലും സെക്യൂരിറ്റി ആയാലും ഇതിൻ്റെ നേതൃത്വ നിരയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ വൃക്ഷത്തൈ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നപ്പോൾ കുട്ടികൾക്ക് പലർക്കും ഞാൻ വൃക്ഷത്തൈ കൊടുക്കാനും കഴിഞ്ഞിട്ടുണ്ട്. കാര്യം നമ്മൾ ഇന്നത്തെ കാലാവസ്ഥ, കാലം തെറ്റിയ മഴ, ചൂട്, കാലാവസ്ഥയെ പറ്റി പറയാതിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നമുക്ക് പ്രകൃതിയെ ഒന്ന് സുന്ദരിയാക്കണം. അതിനു വേണ്ടിയിട്ട് രാപ്പകൽ അധ്വാനിക്കുന്നു. ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായ ആളാണ് മോഹൻദാസ്. പട്ടാമ്പിയിലെ പൊതു ഇടങ്ങളിലും റെയിൽവേ സ്റ്റേഷനിലുമെല്ലാം മോഹൻദാസിനിത് എന്നുമുള്ള ജോലിയാണ്. അംഗീകാരങ്ങളെക്കാൾ ഇതിൽ നിന്നും കിട്ടുന്ന ആത്മസംതൃപ്തിയാണ് മോഹൻദാസിന്റെ സന്തോഷം. ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലും മിമിക്രിയിലും സ്റ്റാറായി മുഹമ്മദ് നഈം. ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ മുഹമ്മദ് നഈം സംസ്ഥാന കലോത്സവത്തിൽ 3ാം തവണയും പങ്കെടുക്കാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ്. ഹൈസ്കൂൾ വിഭാഗം മോണോ ആക്ടിലും മിമിക്രിയിലും കത്തിക്കയറി മുഹമ്മദ് നഈം. പത്തിരിപ്പാല മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് നഈം കല്ലേക്കാട് സമീർ ഷബ്ന ദമ്പതികളുടെ മകനാണ്. മുൻ വർഷങ്ങളിലും മോണോ ആക്ടിലും മിമിക്രിയിലും വിജയിയായിട്ടുള്ള മുഹമ്മദ് നഈം ഇത് 3ാം വർഷമാണ് സംസ്ഥാന തലത്തിലേക്ക് പോകുന്നത്. കലാഭവൻ നൌഷാദാണ് മോണോ ആക്ടിൽ ഗുരു. കൊച്ചിയിൽ നിന്നുള്ള ഒരു കപ്പൽ യാത്രയായിരുന്നു മിമിക്രിയിൽ ഇത്തവണ തിരഞ്ഞെടുത്ത വിഷയം. ഇവിടെ ഒരുപാട് സെലിബ്രിറ്റി ഉണ്ട്. നെസ്ലിം ബ്രോ, സുഖല്ലേ ബ്രോ? ജിയോ, താൻ കഴിച്ച? എനിക്ക് കിട്ടിയില്ല, തനിക്കും കിട്ടൂല. അവസാനം താൻ കരയും മോനെ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ പോയി കഴിച്ചോ. ദേ ഫിറോസ് അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കണ്ടിട്ടാ. അപ്പം ഇവിടുന്ന് പരിപാടി നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്. സംഭവം അടിപൊളിട്ടാ. റിയാസ് ഗാ, സംഭവം എങ്ങനെയുണ്ട്? കള്ളോ കപ്പേ കരിമീനോ കൊഞ്ചോ എന്താച്ചാ കൊടുക്ക്. ഫുൾ ചെലവ് എന്റെ വക. എല്ലാരും അടിച്ചു കയറി വാ. പിന്നെ ഫോർട്ട് എല്ലാരും അടിച്ചു കയറി വരട്ടെ. ചാവോ വളരെ സിമ്പിളാണ്. പവർഫുൾ. അമ്പാരതള് ഭയങ്കര പവർഫുൾ ആണ്. അണ്ണപ്പെട്ട് ജ്യൂസ് അടിച്ചോണ്ടിരിക്കുന്നു. അണ്ണൻ ചാടി തോളത്ത് കൂടെ ചവിട്ടി ജമ്മെടുത്താൻ തോളത്ത് കുത്തി കൊന്ന് അണ്ണം വിട്ട്. പച്ചാനെ ഒന്ന് നിർത്തണ്ട. എന്ത് 1ാം സ്ഥാനം നേടിയ മോണോ ആക്ടിലെ പ്രകടനവും അടിപൊളിയായിരുന്നു. വായിച്ചുകൊണ്ടിരിക്കുന്ന റഷ്യൻ വിപ്ലവകാരി ലെനിന്റെ പുസ്തകത്തിലെ അവസാന 4 പേജുകൾ എനിക്ക് വായിക്കണം. എന്റെ കണ്ണുകൾ നിങ്ങൾ മൂടിക്കെട്ടരുത്. ഫോർ വാട്ട്? എനിക്ക് കാണണം. എന്നെ തൂക്കിലേറ്റുമ്പോൾ കയറ് വലിക്കുന്ന ആരാച്ചാരുടെ കൈകൾ വിറയ്ക്കുന്നത്. ഇറ്റ്സ് ഓൾസോ സഡൻലി പോസിബിൾ ദ നെക്സ്റ്റ് ഗിൽ. എന്റെ കൈകൾ നിങ്ങൾ കൂട്ടിക്കെട്ടരുത്. കഴുമരത്തിൽ നാം വലിക്കുന്ന അവസാന ശ്വാസത്തിലും ഭാരത് മാതാ കി ജയ് വിളിക്കുന്നതിനോടൊപ്പം തന്നെ എനിക്ക് വിളിക്കണം. ഈ കുലാ
സംസ്ഥാന തലത്തിലേക്ക് വീണ്ടും മത്സരിക്കാൻ അവസരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് മുഹമ്മദ് നഈം പറഞ്ഞു. ഇത്തവണ കഴിഞ്ഞ പ്രാവശ്യത്തിന് അത്രയും ആൾക്കാരുണ്ടായിരുന്നില്ല മിമിക്രിയിൽ. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. മോണാക്റ്റിൽ മത്സരിച്ചു എന്ന് പറഞ്ഞു. മോണാക്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? മോണാക്റ്റ് നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. ആരാണ് ഈ മിമിക്രിയിൽ മോണാക്റ്റിലൊക്കെ നമ്മളെ ഗുരു എന്ന് പറയാം? മോണാക്റ്റിൽ നൗഷാദ് സാറാണ്, കലാഭവൻ നൗഷാദ് സാറ്. പിന്നെ നൗഷാദ് സാറ് മത്സരം കാണാൻ വന്നിരുന്നല്ലോ കഴിഞ്ഞ ദിവസം? വന്നിരുന്നു, എന്നെ കണ്ടിരുന്നു, നന്നായിരുന്നു പറഞ്ഞു. പിന്നെ മിമിക്രിയിൽ സുധിയേട്ടൻ, പിന്നെ അവരൊക്കെ തന്നെ. ഈ മോണാക്റ്റിൽ എന്തായിരുന്നു പ്രമേയം അന്ന് തെരഞ്ഞെടുത്ത്? മോണാക്റ്റിൽ ഭഗത് സിംഗ് ആയിരുന്നു. ഭഗത് സിംഗ് തൂക്കിലേറുന്ന ഒരു സംഭവമായിരുന്നു. അത് നൗഷാദ് കിട തന്നെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തത്. നൗഷാദ് കിട വേറെയും ആളുകൾ ഇവിടെ മത്സരിച്ചിരുന്നു. അപ്പോൾ അവരായിട്ട് തന്നെയാണോ ഒരു കോമ്പറ്റീഷൻ വന്നത്? അല്ല, അവരായിട്ടല്ല, ബോയ്സിലുണ്ടായിരുന്നില്ല, ഗേൾസിലാണ് ഉണ്ടായിരുന്നത്. അത് മിമിക്രി ഇത്തവണ എന്തായിരുന്നു വിഷയം തിരഞ്ഞെടുത്തത്? മിമിക്രി ഒരു കപ്പൽ യാത്രയിൽ ഒരു യൂട്യൂബ് ചാനൽ, നമ്മുടെ മറ്റേ എംഫോടെക് യൂട്യൂബ് ചാനലിൽ നമ്മുടെ കപ്പലിൽ വരെയാണ്, കപ്പലിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സംഭവം. പിതാവ് സമീറും മിമിക്രി കലാകാരനാണ്. കലോത്സവത്തിന് കുടുംബത്തോടൊപ്പം വന്നാണ് മുഹമ്മദ് നഈം മിന്നും പ്രകടനം നടത്തിയത്. മിമിക്രിയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് മത്സരാർത്ഥികൾ. പതിവ് പോലെ സിനിമാ താരങ്ങളും രാഷ്ട്രീയക്കാരുമെല്ലാം മിമിക്രി വേദിയിൽ നിറഞ്ഞു നിന്നു. നാട്ടിലെ ഭഗവതി അമ്പലത്തിൽ ഇടയ്ക്ക് കൊട്ടുന്ന മാല, ഇനി അല്പം സിനിമാ താരങ്ങളെ പരിചയപ്പെടാം. ആദ്യമായി ചെയ്യുന്നത് മലയാളത്തിലെ ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ പ്രശസ്തനായ അഞ്ഞൂറാൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച NN പിള്ള. അവസാന ദിവസം കാണികളെ കയ്യിലെടുത്താണ് മിമിക്രി മത്സരങ്ങൾ അരങ്ങേറിയത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ വാശിയേറിയ മത്സരമാണ് നടന്നത്. ഹയർ സെക്കൻഡറി വിഭാഗം ആൺകുട്ടികളുടെ മിമിക്രി മത്സരത്തിൽ ഷൊർണൂർ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വരുൺ 1ാം സ്ഥാനം നേടി സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ ഈ മനുഷ്യന്മാരുടെ ശബ്ദങ്ങൾ മാത്രമല്ല, നമുക്ക് മൃഗങ്ങളുടെ പക്ഷികളുടെ ശബ്ദങ്ങളിൽ നിന്ന് ഡീസയിലേക്ക് ഒരു ചൂടുമാറ്റം ചെയ്യാം. അപ്പോൾ കോഴിയുടെ ശബ്ദത്തിൽ നിന്ന് ഡീസയിലേക്ക് ഒരു ചൂടുമാറ്റം ആയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഏഴാം ക്ലാസ് മുതലാണ് മിമിക്രി ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയത്. ഓരോ സൗണ്ടുകൾ വെറുതെ രാഷ്ട്രീയക്കാരുടെ സൗണ്ടൊക്കെ ഇങ്ങനെ എടുക്കുമായിരുന്നു. അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ പറഞ്ഞത്, അവന് മിമിക്രി ചെയ്യാൻ കഴിവുണ്ട്, അങ്ങനെ ഈ മത്സരങ്ങളൊക്കെ പങ്കെടുക്കുക പറഞ്ഞു. അപ്പം അങ്ങനെ താല്പര്യം ഉണ്ട്, അതിനെ നിർബന്ധിച്ച് കയറ്റി. ആരുമില്ല, അങ്ങനെ എടുക്കാറുന്നു. അപ്പോൾ ഭയങ്കര ഫാമിലി ഉള്ള ആൾക്കാരൊക്കെ പറഞ്ഞു അടിപൊളിയായിരുന്നു, കറക്റ്റാണ് സൗണ്ട് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ 7ാം ക്ലാസ്സിൽ ഞാൻ മിമിക്രിക്ക് സ്കൂളിൽ കൂടിയിട്ട് അങ്ങനെ അവിടെ സെറ്റായി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പം ഇക്കൊരു ആവശ്യം കയറി, അതൊക്കെ സംഭവം രസമുണ്ട്, പറ്റും. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. പിന്നെ 8ാം ക്ലാസ് മുതൽ പിന്നെ ഞാൻ എല്ലാ മത്സരങ്ങളിലും പോകുമായിരുന്നു. ഹയർ സെക്കൻഡറി വിഭാഗം പെൺകുട്ടികളുടെ മത്സരത്തിൽ ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ സുഹൃതയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. എന്റെ പ്രജകളുടെ ശിരസറ്റ ശരീരത്തിലെ വേർപെട്ട കൈകാലുകളിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ ഗന്ധം. പരബ്രഹ്മ ഭൂമി ദേവിയുടെ മാറുപിളർത്തി നീ എനിക്ക് തന്ന കേരളം ഇന്ന് കേഴുകയാണ്. ഒരൊറ്റ ശാന്തിക്കായി, സമാധാനത്തിനായി. കലോത്സവ വേദിയിലെ മിന്നും താരങ്ങളായി സഹോദരങ്ങൾ. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ ആനന്ദും അമൃതയുമാണ് കലോത്സവ വേദിയിലെ സന്തോഷം പങ്കുവയ്ക്കുന്നത്. ആലത്തൂർ BSS ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹോദരങ്ങളായ ആനന്ദും അമൃതയും. UP വിഭാഗം സംസ്കൃത നാടകത്തിലെ മികച്ച നടിയാണ് അമൃത.
കൂടാതെ മോണോ ആക്ടിലും ഗ്രൂപ്പ് ഡാൻസിലും മികച്ച പ്രകടനവും അമൃത നടത്തിയിരുന്നു. സഹോദരൻ ആനന്ദാകട്ടെ മിമിക്രി കലാകാരനുമാണ്. ഹൈസ്കൂൾ വിഭാഗത്തിൽ കഴിഞ്ഞ തവണ സംസ്ഥാന തലത്തിൽ മത്സരിച്ച താരമാണ് ആനന്ദ്. ഒരുമിച്ച് കലോത്സവ വേദിയിൽ എത്തി നേട്ടം കൊയ്ത സന്തോഷത്തിലാണ് ഇരുവരും. ഹാഷിറിനൊപ്പം അഭിനയിക്കുന്ന അലൻ ബിൻ സിറാജ് എന്ന് പറഞ്ഞ ഒരു ആക്ടറിന്റെ സൗണ്ടാണ്. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ ഈ കൊച്ചുകറിൽ എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ എനിക്കറിയില്ല, പറ. അടുത്തായിട്ട് ജനാർദ്ദനന്റെ വോയിസിൽ അടിച്ചു കയറി വാ എന്നുള്ള ഡയലോഗ്. കള്ളോ കപ്പയോ കൊഞ്ചോ എന്താന്ന് വെച്ചാ കൊടുക്കേ, എല്ലാം എന്റെ ചെലവ്, എല്ലാവരും അടിച്ചു കയറി വാ. വെനത്തിന്റെ ശബ്ദമാണ്. You come in here. In fact, you go anywhere in the city, preying on innocent people. We will eat your arms and both of your legs. അത് കഴിഞ്ഞാൽ പിന്നെ ബിന്ദു പണിക്കറിന്റെ ശബ്ദം. അരുത് കാട്ടാള വെട്ടരുത്, അരുമയാ മരങ്ങളെ കൊല്ലരുത്. എടി ഭാവനെ, നീ എന്നെ മറന്നു, അതെങ്ങനെയാ? നിനക്കെന്നോട് സ്നേഹമില്ലല്ലോ. കേരള നടനത്തിൽ മികച്ച പ്രകടനവുമായി അമേയ പ്രമോദ് സംസ്ഥാന തലത്തിലേക്ക്. അച്ഛൻ പകർന്നു നൽകിയ നടന നൈപുണ്യവുമായാണ് അമേയ കലോത്സവ വേദികളിൽ തിളങ്ങുന്നത്. പാലക്കാട് PMG ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അമേയ പ്രമോദ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി അമേയ നൃത്തം പരിശീലിക്കുന്നുണ്ട്. കലാകാരനായ സ്വന്തം അച്ഛൻ തന്നെയാണ് അമേയുടെ ഗുരുവും പ്രചോദനവും. കഴിഞ്ഞ സ്കൂൾ കലോത്സവത്തിൽ 3 ഇനങ്ങളിൽ അമേയ സംസ്ഥാന തലത്തിൽ മത്സരിച്ചിരുന്നു. ഇത്തവണ പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നാടോടി നൃത്തത്തിലും കേരള നടനത്തിലുമാണ് അമേയ പങ്കെടുത്തത്. ഇതിൽ കേരള നടനത്തിൽ A ഗ്രേഡോടുകൂടി സംസ്ഥാന തലത്തിലേക്കും അമേയ തിരഞ്ഞെടുക്കപ്പെട്ടു. സംസ്ഥാന തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അമേയ. കേരള നടനം പഠിക്കാൻ തുടങ്ങിയിട്ട്, ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 10-11 വർഷമായി. കേരള നടനം ഒരു 2 വർഷം. ഡാൻസ് വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? പഠിക്കുന്നുണ്ട്. വേറെ എന്തൊക്കെയാ പഠിക്കുന്നത്? ഞാൻ എല്ലാം പഠിക്കും. ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക്, നാടോടി നൃത്തം, മോഹിനിയാട്ടം എല്ലാം പഠിക്കുന്നുണ്ട്. എല്ലാം ഇവിടെ പെർഫോം ചെയ്തിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും? ഞാൻ ഈ വർഷം നാടോടി നൃത്തം കളിച്ചിരുന്നു. പിന്നെ കേരള നടനം കളിച്ചത്. കഴിഞ്ഞ വർഷം ഞാൻ മോഹിനിയാട്ടം, കുച്ചിപ്പുടി, നാടോടി നൃത്തം ജില്ലയിലെ A ഗ്രേഡ് ഫസ്റ്റ് ആയിരുന്നു. എത്രയായി ഇങ്ങനെ പെർഫോം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ 3-4 വർഷമായി. എൻ്റെ അച്ഛൻ തന്നെയാണ് ഗുരു. അച്ഛൻ ഡാൻസർ ആണോ? അതെ. അച്ഛൻ ഏതൊക്കെ പഠിപ്പിക്കുന്നത്? അച്ഛനെല്ലാം ഈ 5 ഇനങ്ങളും പഠിപ്പിക്കുന്നത്. എല്ലാ 5 ഇനും അച്ഛൻ തന്നെ പഠിപ്പിക്കുന്നത്? അച്ഛനാണ് ഇതിന്റെ മോട്ടിവേഷൻ. അതെ. അവസാന ദിവസവും കലോത്സവ വേദിയെ കളറാക്കി ഗോത്രകലാ വിഭാഗത്തിൽ മത്സരിച്ച കുട്ടികൾ. മംഗലം കളിയായിരുന്നു ഗോത്രകലാവേദിയായ തമ്പോലയിൽ വെള്ളിയാഴ്ച കാണികൾക്ക് കലാവിരുന്നായത്. കലോത്സവത്തിലെ പുതിയ ഇനമായ ഗോത്രകലകൾ അവസാന ദിവസവും വേദിയിൽ ഓളം തീർത്തു. കാസർഗോഡ് ജില്ലയിലെ മാവിലർ മലവേട്ടവർ സമുദായത്തിന്റെ മംഗലം കളിയായിരുന്നു വേദി 11 തമ്പോലയിൽ കാണികളെ പിടിച്ചിരുത്തിയത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ 7ഉം ഹൈസ്കൂൾ വിഭാഗത്തിലെ 9ഉം ടീമുകൾ മംഗലം കളിയുമായി അരങ്ങിൽ തകർത്തു. ജിങ്കിരി
മികച്ച മത്സരം തന്നെയായിരുന്നു മംഗലം കളിയിൽ കണ്ടത്. മാവിലർ, മലവേട്ടവർ സമുദായങ്ങൾ വിവാഹാഘോഷവേളകളിൽ പാടിക്കളിക്കുന്ന ഒരു നൃത്തരൂപമാണിത്. തുടിയുടെയും പാട്ടിന്റെയും താളത്തിനൊത്തുള്ള ചുവടുകൾ വേദിയിൽ ആവേശം തീർത്തു. മത്സരങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും പല കുട്ടികളും തളർന്നിരിക്കുന്ന കാഴ്ചയും വേദിയിൽ കണ്ടു. അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം എത്തിയാണ് തളർന്ന കുട്ടികൾക്ക് താങ്ങായി ആശ്വാസമേകിയത്. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഐറ്റമായിട്ടും പാലക്കാട്ടെ കുട്ടികൾ മംഗലം കളിയെ ഏറ്റെടുത്ത് മികച്ച പ്രകടനം നടത്തിയതിനെ ജഡ്ജസും അഭിനന്ദിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ചളവറ HSSും ഹൈസ്കൂൾ വിഭാഗത്തിൽ കണ്ണാടി ഹയർ സെക്കൻഡറി സ്കൂളും ജേതാക്കളായി. കസരിക്കോട് പെണ്ടേട്ടുള്ളൊരു മാണി നഗേര്, ആ കസരിക്കോട് പെണ്ടേട്ടുള്ളൊരു മാണി നഗേര്, കസരിക്കോട് പെണ്ടേട്ടുള്ളൊരു മാണി നഗേര്, ആ കസരിക്കോട് പെണ്ടേട്ടുള്ളൊരു മാണി നഗേര്, അവള് തഞ്ച പോവണ്ടേര് മാണി നഗേര്, ആ അവള് തഞ്ച പോവണ്ടേര് മാണി നഗേര്, അവള് തഞ്ച പോവണ്ടേര് മാണി നഗേര്, ആ അവള് തഞ്ച പോവണ്ടേര്. മറ്റു വാർത്തകളിലേക്ക്. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതായി സ്കൂൾ PTA. കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് PTA ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കാൻ ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതായാണ് സ്കൂൾ PTA പ്രസിഡന്റ് അടക്കമുള്ളവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത്. സ്കൂൾ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് ജൂലൈ മാസത്തിൽ PTA ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. തുടർന്ന് നവംബർ 26-നാണ് ഹൈക്കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയതെന്നും നിർമ്മാണ ഏജൻസിയായ കില ടെൻഡർ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഹൈക്കോടതി ഉറപ്പ് നൽകിയതായും PTA പ്രസിഡന്റ് PMA ജലീൽ പറഞ്ഞു. ഒറ്റപ്പാലം ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ ഹയർ സെക്കൻഡറി കെട്ടിടത്തിൽ കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പാണ് 4 കോടി രൂപ സർക്കാർ അനുവദിച്ചത്. ഇത്രയും കാലം ഈ ഫണ്ട് അനുവദിച്ചിട്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് യാതൊരു നടപടികളും എടുക്കാതെ സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഫണ്ട് ലാപ്സ് ആകുമോ എന്ന ആശങ്ക ഉള്ളതിനാൽ സ്കൂൾ PTA ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ 3 മാസങ്ങൾക്ക് മുമ്പ് സമീപിക്കുകയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് ഇതിൻ്റെ വിശദീകരണം തേടുകയും വിശദീകരണം സർക്കാർ നൽകുകയും ചെയ്തു. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിനോട് കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സർക്കാർ ഏജൻസിയായ കിലയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടത്. അവർ ഉടൻ തന്നെ ടെൻഡർ നടപടി ആരംഭിക്കും എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി കിലയുടെ ബന്ധപ്പെട്ട ആളുകൾ സ്കൂൾ സന്ദർശിക്കുകയും മറ്റു കാര്യങ്ങളും നടന്നു വരികയാണ്. ഇതിൽ PTA എന്ന നിലയിൽ 27ഓളം സ്കൂളുകൾ ഉണ്ടായിട്ടും 2018 27ഓളം സ്കൂളുകൾ അനുവദിക്കപ്പെട്ടിട്ടും ഒരു സ്കൂളും ഇന്ന് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള പ്രാഥമിക നടപടി പോലും ആരംഭിച്ചിട്ടില്ല. അഭിമാന പുരസ്സരം പറയുന്നു ഒറ്റപ്പാലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനെ ആരംഭിക്കുകയാണ്. PTAയുടെ ഇടപെടൽ മൂലമാണ് ഇത് നടക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഒറ്റപ്പാലത്തെ പൊതുജനങ്ങളെ അറിയിക്കാം. ഒറ്റപ്പാലത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ PTA വൈസ് പ്രസിഡന്റ് N രാജേഷ്, PTA അംഗം MP അമീർ അലി തുടങ്ങിയവർ പങ്കെടുത്തു. മലയോര ഹൈവേയുടെ കാഞ്ഞിരമ്പാറ മുതൽ കുമരംപുത്തൂർ വരെയുള്ള ജില്ലയിലെ ആദ്യ റീച്ച് നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള സർവേ പൂർത്തീകരിച്ചു. നിലവിലുള്ള റോഡിന്റെ സ്ഥിതി പരിശോധിച്ച് അരികിലെ മരങ്ങൾ മുറിക്കുന്നതിന്റെയും ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന്റെയും റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായാണ് സർവേ നടത്തിയത്.
കാഞ്ഞിരംപാറ മുതൽ കുമരംപുത്തൂർ ചുങ്കം വരെയുള്ള ഭാഗത്തെ സർവേയാണ് പൂർത്തീകരിച്ചത്. നിലവിലെ കുമരംപുത്തൂർ ഒലിപ്പുഴ സംസ്ഥാന പാതയാണ് മലയോര ഹൈവേയുടെ ഭാഗമായി മാറുന്നത്. ജില്ലാതിർത്തിയായ കാഞ്ഞിരംപാറയിൽ നിന്നും അലനല്ലൂർ കോട്ടപ്പാടം വഴി കുമരംപുത്തൂർ വരെ 18.1 കിലോമീറ്റർ നിർമ്മാണമാണ് ആദ്യ റീച്ചിൽ നടക്കുക. 91.4 കോടി രൂപയാണ് ഇതിന് ചെലവ് കണക്കാക്കുന്നത്. 12 മീറ്റർ വീതിയിൽ അഴുക്കുചാലോടുകൂടിയാണ് റോഡ്. അലനല്ലൂർ കോട്ടപ്പാടം ടൗണുകൾക്ക് പുറമെ പ്രധാന ജംഗ്ഷനുകളായ ഭീമനാട്, മേലെ അരിയൂർ ഉൾപ്പെടെ 10ഓളം ഇടങ്ങളിൽ കൈവരികളോടുകൂടിയ നടപ്പാതയുണ്ടാകും. പാതയുടെ അരികിൽ ടൈലുകൾ വിരിക്കും. യാത്രക്കാരെ കയറ്റുന്നതിനും ഇറക്കുന്നതിനും ബസ് ബേയും കാത്തിരിപ്പ് കേന്ദ്രങ്ങളും ഒരുക്കും. അഴുക്കുചാലിന് മുകളിൽ സ്ലാബിട്ടാണ് നടപ്പാത സംവിധാനം ഒരുക്കുക. നിരവധി വളവുകളുള്ള പാതയിൽ സാധ്യമായ സ്ഥലത്തെല്ലാം വളവുകൾ നിവർത്തി സുഗമമായ ഗതാഗതം സാധ്യമാക്കുന്ന തരത്തിലാണ് റോഡ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. മാർച്ച് മാസത്തോടെ പ്രവൃത്തികൾ ആരംഭിക്കുമെന്നാണ് സൂചന. വീണ്ടും ഇടവേള. വാർത്തകൾ തുടരുന്നു. CPM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് ആനമങ്ങാട് തുടക്കമായി. ഏലംകുളത്ത് ടി ഉസ്സൻകുട്ടിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയും പെരിന്തൽമണ്ണയിൽ വി രാജേന്ദ്രന്റെ വസതിയിൽ നിന്നും ആരംഭിച്ച കൊടിമര ജാഥയും പാതായ്ക്കര കെട്ടി നാരായണന്റെ വസതിയിൽ നിന്ന് ആരംഭിച്ച ദീപശിഖയും വെള്ളിയാഴ്ച വൈകിട്ട് ആനമങ്ങാട് സംഗമിച്ചു. സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി. ശനിയാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം. ഞായറാഴ്ച റെഡ് വോളണ്ടിയർ മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. ഒഡീഷയിലെ പുരിയിൽ നടക്കുന്ന ദേശീയ ചൈനീസ് കുങ്ഫു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിനെ പ്രതിനിധീകരിച്ച് പെരിന്തൽമണ്ണയിൽ നിന്നും 9 പേർ പങ്കെടുക്കും. താരങ്ങൾക്ക് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. നവംബർ 30, ഡിസംബർ 1 തീയതികളിലാണ് ഒഡീഷയിൽ ദേശീയ ചൈനീസ് കുങ്ഫു കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. കേരളത്തെ പ്രതിനിധീകരിച്ച് പെരിന്തൽമണ്ണയിലെ 9 താരങ്ങൾ ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. പെരിന്തൽമണ്ണ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന VFSC സ്പോർട്സ് അക്കാദമിയിൽ പരിശീലനം നേടിയ ഏലംകുളം, ചെറുകര, പെരിന്തൽമണ്ണ പ്രദേശങ്ങളിലുള്ളവരാണ് ഈ താരങ്ങൾ. ഒഡീഷയിലേക്ക് തിരിച്ച താരങ്ങൾക്ക് ചെറുകര റെയിൽവേ സ്റ്റേഷനിൽ യാത്രയയപ്പ് നൽകി. ഏലംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് സുധീർ ബാബു, സ്ഥിരം സമിതി ചെയർമാൻ NP ഉണ്ണികൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേരള ടീമിന് യാത്രയയപ്പ് നൽകിയത്. കിഡ്സ് വിഭാഗത്തിൽ ആയുഷ് രാജു കുന്നപ്പള്ളി, ഷിഫ കുന്നക്കാവ്, മുഹമ്മദ് ഷെബിൻ പുലാമന്തോൾ എന്നിവരും, സബ് ജൂനിയർ വിഭാഗത്തിൽ ഫാത്തിമ ഷിഫ്ന കുന്നക്കാവ്, ഫാത്തിമ സന പുലാമന്തോൾ, മുഹമ്മദ് ഷാമിൽ ഏലംകുളം എന്നിവരും മത്സരിക്കും. ആദിത്യൻ കുന്നക്കാവ്, ജിയാദ് വലപ്പുഴ, ആര്യൻ ചെറുകോട് എന്നിവർ ജൂനിയർ വിഭാഗത്തിലും മത്സരിക്കും. ഇന്റർനാഷണൽ കുംഫു കൗൺസിൽ കേരള ചീഫ്മാരായ സുബ്രഹ്മണ്യൻ ഏലംകുളം, അജിത് P, രാജു ഇടുക്കി, VFSC കേരള ടെക്നിക്കൽ ഡയറക്ടർ ഹരീഷ് തൃത്താല എന്നിവരുടെ കീഴിലാണ് താരങ്ങൾ പരിശീലനം പൂർത്തിയാക്കിയത്. വെള്ളിനേഴി മിയാവാക്കി മാതൃക വനം സന്ദർശിക്കാൻ ജപ്പാനിൽ നിന്നുള്ള പരിസ്ഥിതി പ്രവർത്തകനെത്തി. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ സഹകരണത്തോടെ 2 വർഷം മുൻപാണ് വെള്ളിനേഴിയിൽ മാതൃകാ വനം സൃഷ്ടിച്ചത്. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെയും പരിസ്ഥിതി സംഘടനയായ അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെയും സഹകരണത്തോടെയാണ് വെള്ളിനേഴി കുറ്റാനിശ്ശേരിയിൽ മിയാവാക്കി മാതൃക വനം സൃഷ്ടിച്ചത്. ജപ്പാനീസ് സസ്യശാസ്ത്രജ്ഞനും പരിസ്ഥിതി പ്രവർത്തകനുമായ അക്കിര മിയാവാക്കി രൂപപ്പെടുത്തി വിജയിച്ചതും ലോകശ്രദ്ധയെ ആകർഷിച്ചതുമായ വനംവൽക്കരണ സംവിധാനമാണ് മിയാവാക്കി വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്.
പ്രത്യേകമായി രൂപപ്പെടുത്തിയ 5 സെന്റ് സ്ഥലത്ത് 800 വൃക്ഷത്തൈകളാണ് നട്ടുപരിപാലിച്ചു വരുന്നത്. സംസ്ഥാനത്ത് തന്നെ ആദ്യമായി മിയാവാക്കി മാതൃകാ വനം സൃഷ്ടിച്ചത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലാണ്. അടയ്ക്കാപുത്തൂർ സംസ്കൃതിയുടെ പ്രത്യേക ക്ഷണപ്രകാരം അക്കീര മിയാവാക്കിയുടെ ശിഷ്യനും ആയുർവേദ ഫിസിയോതെറാപ്പി ഡോക്ടറുമായ നവോഹിരോ ഓഹിറ മിയാവാക്കിയാണ് വെള്ളിനേഴിയിലെ മിയാവാക്കി വനം സന്ദർശിക്കാൻ എത്തിയത്. അഡ്വക്കേറ്റ് പ്രേംകുമാർ MLA അതിഥിയെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ മാതൃകാപരമായിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു തദ്ദേശഭരണ സ്ഥാപനമാണ്. ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ പഞ്ചായത്ത് കലാഗ്രാമം എന്ന നിലയിൽ സവിശേഷതയുള്ള പഞ്ചായത്ത് കൂടിയാണ്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്നുകൊണ്ട് എത്രമാത്രം നമുക്ക് നമ്മുടെ നാടിനെ ഹരിതാപമാക്കാനും വരുന്ന തലമുറയ്ക്ക് കൂടി ജീവിക്കാനും കഴിയുന്ന നിലയിൽ ഇടപെടാം എന്നതിനുള്ള ആലോചനകളും പ്രവർത്തനങ്ങളുമൊക്കെ വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് നടത്താറുണ്ട്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഒരു വർഷം മുമ്പ് മിയാവാക്കി വനം നമ്മുടെ പഞ്ചായത്തിൻ്റെ MCFന് സമീപത്ത് 10 സെന്റ് സ്ഥലത്തിൽ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ 5 സെന്റ് സ്ഥലത്ത് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വന്ന് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും. ഒരു വർഷവും 10 മാസവും 2 വർഷം തികഞ്ഞിട്ടില്ല നിലവിൽ മിയാവാക്കി വനത്തിൻ്റെ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ട്. അത് സന്ദർശിക്കുന്നതിന് ഒഹിറ ജപ്പാനിൽ നിന്ന് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ ഒഹിറ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം വലിയ പ്രോത്സാഹനമാണ്. മിയാവാക്കി വനവൽക്കരണത്തിലൂടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും അന്യം നിന്ന് പോകുന്ന വൃക്ഷങ്ങളുടെ സംരക്ഷണവുമാണ് ലക്ഷ്യമിടുന്നത് എന്ന് സംസ്കൃതി പ്രവർത്തകനും ഈ പദ്ധതിയുടെ കോർഡിനേറ്ററുമായ രാജേഷ് അടയ്ക്കാപുത്തൂർ അഭിപ്രായപ്പെട്ടു. സംസ്കൃതിയെ സംബന്ധിച്ചോളം ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. കാരണം എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്ന നിലയ്ക്ക് ആദ്യമായിട്ട് ചെയ്ത് വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിലാണ്. അതിനുശേഷം ഏകദേശം 12ഓളം മിയാവാക്കി ഫോറസ്റ്റുകൾ സംസ്കൃതി ചെയ്ത് കഴിഞ്ഞു. പക്ഷേ 5 സെന്റ് അല്ല, ഓരോ സെന്റിലാണ് മാത്രം. ഇവിടെ നമ്മൾ 5 സെന്റിൽ 800 മരങ്ങളാണ് നട്ടിട്ടുള്ളത്. ശരിക്കും അതിൻ്റെ ഒരു പ്രോപ്പർ കണക്ക് നോക്കുകയാണെങ്കിൽ 160 മരങ്ങളാണ് നമ്മൾ നട്ടിട്ടുള്ളത് ഒരു സെന്റിൽ. പക്ഷേ 120 മരങ്ങളാണ് അതിൻ്റെ ഒരു വ്യാപ്തി പറയുക ശരിക്കും സാധാരണ മിയാവാക്കി സിസ്റ്റത്തിൽ. തൊഴിലുറപ്പ് പദ്ധതിയുമായി സഹകരിച്ചാണ് ചെടികളുടെ പരിപാലനം. ജപ്പാൻ ഭാഷാ അധ്യാപകനും സംസ്കൃതി പ്രവർത്തകനുമായ ജയദേവൻ കൂടത്തൊടി ഓഹിറയുടെ വാക്കുകൾ തർജ്ജമം ചെയ്തു. വെള്ളിനേഴി ഗ്രാമപഞ്ചായത്തിനെയും അടയ്ക്കാപുത്തൂർ സംസ്കൃതിയെയും ചടങ്ങിൽ ഓഹിറ പ്രത്യേകം അഭിനന്ദിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം K. ശ്രീധരൻ മാസ്റ്റർ, വെള്ളിനേഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് പരമേശ്വരൻ നമ്പൂതിരി, ജനപ്രതിനിധികളായ K. അനിൽകുമാർ, V. ബിന്ദു, O. ഗോപാലകൃഷ്ണൻ, K. പ്രേമ, M. രാജാമണി, C. ജലജ, സെക്രട്ടറി K. രാധാകൃഷ്ണൻ, വള്ളൂർ രാമകൃഷ്ണൻ, AR വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നേർവഴി പദ്ധതിയുടെ ഭാഗമായി വരോട് KPSMM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചു. ഷൊർണൂർ DYSP R. മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി 5 ദിവസങ്ങളിലായി നടന്നുവന്ന പരിപാടികൾക്കും സമാപനമായി. ഒറ്റപ്പാലം പോലീസിന്റെ നേർവഴി പദ്ധതിയുടെ ഭാഗമായാണ് ഒറ്റപ്പാലം വരോട് KPSMM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ലഹരിക്കെതിരെ രക്ഷിതാക്കളുടെ സംഗമം സംഘടിപ്പിച്ചത്. ഷൊർണൂർ DYSP R. മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെ 5 ദിവസങ്ങളായി നടത്തിയ പരിപാടികളുടെ സമാപനവുമാണ് നടന്നത്. പ്രിൻസിപ്പൽ C. രാജേഷ് കുമാർ അധ്യക്ഷനായി. സബ് ഇൻസ്പെക്ടർ PV സുഭാഷ്, പ്രോഗ്രാം ഓഫീസർ TP പ്രദീപ് കുമാർ, T. കബീർ, K. കൃഷ്ണദാസ്, അധ്യാപകരായ PJ സജി, M. ഐശ്വര്യ, അരുണിമ P. നായർ, P. സ്മിത, CB ഗീത, NSS വളണ്ടിയർ ലീഡർ K. ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. കോട്ടോപ്പാടം തിരുവിഴാങ്കുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പൂമൂടൽ വഴിപാട് ഡിസംബർ 1-ാം തീയതി ഞായറാഴ്ച നടക്കും. പുലർച്ചെ 5 മണി മുതൽ ഭക്തർക്ക് കുടുംബസമേതം വന്ന് പൂക്കൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ അറിയിച്ചു. കുടുംബൈശ്വര്യത്തിനും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധിക്കും വേണ്ടി ഭക്തജനങ്ങൾ ദേവിക്ക് സമർപ്പിക്കുന്ന വഴിപാടാണ് പൂമൂടൽ. തിരുവിഴാങ്കുന്ന് നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ 3-ാമത് പൂമൂടൽ വഴിപാട് ഞായറാഴ്ച നടക്കും. പുലർച്ചെ 5 മണി മുതൽ ഭക്തജനങ്ങൾക്ക് കുടുംബസമേതം വന്ന് പൂക്കൾ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഷ്ടപതി, കേളി, മേളം, കലശപൂജ, കലശാഭിഷേകം എന്നീ ചടങ്ങുകൾക്ക് ശേഷം 8:45 മുതൽ
വാദ്യാഘോഷങ്ങളോടെ പൂമൂടൽ ചടങ്ങ് ആരംഭിക്കും. 10:15 നട തുറന്ന് ഭക്തർക്ക് തൊഴാനും പ്രസാദങ്ങൾ വാങ്ങാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് വളരെ ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഭക്തജന സാന്നിധ്യത്തിൽ ഈ വഴിപാട് നടന്നു വരുന്നത്. ഗണപതി ഹോമത്തിന് ശേഷം 5 മണി മുതൽ ക്ഷേത്രത്തിൽ അഷ്ടപതി ആരംഭിക്കും. തുടർന്ന് 5:10 മുതൽ തന്നെ വഴിപാടാക്കിയിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും കുടുംബസമേതം ക്ഷേത്രത്തിൽ വന്ന് പൂക്കൾ സമർപ്പിക്കുന്നതിനുള്ള സമയമാണ്. തുടർന്ന് ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കലശപൂജയും കലശാഭിഷേകവും നടക്കും. അതുപോലെ തന്നെ വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി കൃത്യം 8:45 പൂമൂടൽ വഴിപാട് ആരംഭിക്കുന്നതാണ്. ക്ഷേത്രം തന്ത്രി പാടേരി ഇല്ലത്ത് സുനിൽ നമ്പൂതിരിപ്പാട്, മേൽശാന്തി മേലെടുത്ത് മന ശങ്കരൻ നമ്പൂതിരിപ്പാട്, സഹപൂജാരിമാർ എന്നിവർ നേതൃത്വം നൽകും. തുടർന്ന് പ്രസാദോട്ടും ഉണ്ടാവും. കഴിഞ്ഞ 2 തവണയും വളരെ ഭക്തജന പങ്കാളിത്തത്തോടുകൂടിയാണ് നടന്നിരിക്കുന്നത്. ഈ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ കമ്മിറ്റിയും മാതൃസമിതിയും വളരെ വിപുലമായ രീതിയിൽ നടത്തിയിട്ടുണ്ട്. എല്ലാ ഭക്തജനങ്ങളെയും, നമ്മുടെ നാട്ടിലെയും പുറം നാട്ടിലെയും എല്ലാ ഭക്തജനങ്ങളെയും ഈ പൂമൂടൽ വഴിപാടിലേക്ക് വളരെ ഭക്തിയാദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് MP രഘുനാഥ്, സെക്രട്ടറി രാജു അടൂർ, രക്ഷാധികാരികളായ P ജയൻ, PK ജയപ്രകാശ്, K കൃഷ്ണകുമാർ, K വസന്തമോഹനൻ, N പ്രകാശൻ, P അനിൽകുമാർ, P സുനിൽകുമാർ, CV ജയൻ എന്നിവർ സംബന്ധിച്ചു. കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ മണ്ണാർക്കാട് ബ്ലോക്ക് സമ്മേളനം നടത്തി. സംസ്ഥാന ട്രഷറർ R രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മയുടെ ശക്തി തിരിച്ചറിഞ്ഞ് സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകണമെന്ന് സംസ്ഥാന ട്രഷറർ പറഞ്ഞു. നമ്മുടെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ തൊഴിലാളികളെ എങ്ങനെ നിലനിർത്തണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ട വിഷയങ്ങൾ, നമ്മൾ എങ്ങനെ കയ്യിൽ വേസ്റ്റില്ലാതെ പ്രവർത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണ ക്ലാസുകൾ, ബോധവൽക്കരണമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. മണി മാനേജ്മെന്റ് അറിയാത്ത ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. അവർ കുറെ അഡ്വൈസ് വാങ്ങിക്കും, കുറെ പൈസ കൊടുക്കും, കുറെ ഇഷ്ടംപോലെ വർക്കുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലി സംസാരിക്കുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാനും അഡ്ജസ്റ്റ്മെന്റുകൾ മനസ്സിലാക്കാനും ഭേദഗതി വരുത്താനൊക്കെ കഴിയും. ജോലിക്കിടെ ഷോക്കേറ്റ് മരിച്ച രാജേഷിന്റെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകി. പ്രസിഡന്റ് M ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് K മണികണ്ഠൻ, സെക്രട്ടറി മുഹമ്മദ് ഗെയ്സ്, ജില്ലാ ട്രഷറർ പ്രസാദ് വർഗീസ്, ബ്ലോക്ക് ട്രഷറർ പ്രിൻസ് മോൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ, S അശോക് കുമാർ, T ജയകൃഷ്ണൻ, AS ദിനേശൻ, രാജു മുതുകുർശി, ES മോഹനൻ, മജീദ് പാലോട് എന്നിവർ പ്രസംഗിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തട്ടുകടയിൽ വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് പ്രതിക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ചാലിശ്ശേരി സ്വദേശി ഹംസയ്ക്കാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ കോടതി ശിക്ഷ വിധിച്ചത്. ഒറ്റപ്പാലത്ത് വീട് കുത്തി തുറന്ന മോഷണം, 1 ലക്ഷം രൂപയും റാഡോ വാച്ചും മോഷണം പോയി. ത്രാങ്ങാലി സ്വദേശി ബാലകൃഷ്ണന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. പെരിന്തൽമണ്ണ നഗരത്തിൽ തെരുവു നായ്ക്കൾക്ക് വൈറസ് ബാധ. നായക്കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 15ഓളം നായ്ക്കൾ ചത്തു. കനൈൻ ഡിസ്റ്റംബർ എന്ന വൈറസ് ബാധയാണ് ബാധിച്ചിരിക്കുന്നത്. ശ്രീകൃഷ്ണപുരത്തിന് 5 നാൾ കലയുടെ രാപ്പകലുകൾ സമ്മാനിച്ച് 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊടിയിറങ്ങി. സ്കൂൾ വിഭാഗത്തിൽ ആലത്തൂർ BSS ഗുരുകുലത്തിന് ഓവറോൾ കിരീടം. ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂൾ 2ാമത്. ട്രെയിനിൽ നിന്ന് കാൽവഴുതി വീണ് യുവതി മരിച്ചു. മണ്ണാർക്കാട് സ്വദേശി സാനിയ സജിയാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.